+2 കഴിഞ്ഞു, ഇനി ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം അല്ലേ? പലർക്കും കൺഫ്യൂഷനാണ്. കാരണം നമ്മളിനി നമ്മുടെ സമയം ഒരിക്കലും ആർക്കും വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. +2 കഴിഞ്ഞ് നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്ന ഒരു കോഴ്സ്, അത് ഡിഗ്രി ആയിക്കോട്ടെ, ഇനി വേറെ എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് എനിക്ക് വെർത്തായിരിക്കണം. ആ സമയം ഒരിക്കലും വേസ്റ്റ് ആവരുത് എന്നാണ് ഇപ്പോൾ എല്ലാ കുട്ടികളുടെയും ചിന്ത. അത് വളരെ നല്ലൊരു കാര്യം തന്നെ. അതുകൊണ്ട് നിങ്ങൾ ഏത് കോഴ്സാണോ ഇനി ആഫ്റ്റർ +2 എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഏത് കോഴ്സിനെ പറ്റി അറിയാനാണോ, ഏത് കോളേജിനെ പറ്റി അറിയാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട ഒരു സീരീസ് തുടങ്ങാൻ വേണ്ടി പോകും നമ്മുടെ ഒരു ചാനലിൽ. സോ നിങ്ങൾ ഏത് കോഴ്സാണ് ആഫ്റ്റർ +2 എടുക്കാൻ വേണ്ടി പോകുന്നത്, കൃത്യമായി നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് അറിയേണ്ട കോഴ്സുകൾ, അറിയേണ്ട കോളേജുകൾ ഏതൊക്കെയാണ്, അതിനെപ്പറ്റി പേരുകൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ കൃത്യമായി അതിനെപ്പറ്റി കൃത്യമായി പഠിച്ച് ആസ് സൂൺ ആസ് പോസിബിൾ ഏറ്റവും വേഗത്തിൽ നിങ്ങൾക്കുള്ള ഒരു വീഡിയോസ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ കോളേജുമായി ബന്ധപ്പെട്ട കോഴ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനൽ ഇനിയുള്ള ദിവസങ്ങൾ വരാനിരിക്കുകയാണ്. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു +2 കഴിഞ്ഞ് ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഒരിക്കലും ഒരു ഷോർട്ട് ടേം ആയിട്ട് നിങ്ങളൊരു കാര്യവും സെലക്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ പലപ്പോഴും ഒരു പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു കോഴ്സ് എടുക്കാം, ഏതെങ്കിലും ഒരു കോഴ്സ്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു +2 കഴിഞ്ഞ് നിങ്ങളുടെ ഒരു പ്രായം, അല്ലെങ്കിൽ ഒരു 17-18 വയസ്സിലിരിക്കുന്ന ആളുകളായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു 1 ഇയർ 2 ഇയർ കോഴ്സ് സെലക്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞ് നിങ്ങൾ നേരെ ഒരു ജോലിക്ക് കയറുന്നു. ജോലിക്ക് ചിലപ്പം ആ കോഴ്സിനൊക്കെ, അല്ലെങ്കിൽ ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സാലറി ചിലപ്പോൾ ഒരു 10,000 രൂപ, 15,000 രൂപ, 20 രൂപയൊക്കെ ആയിരിക്കും മാക്സിമം. ആഫ്റ്റർ ദാറ്റ് ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളൊരു 25-26 വയസ്സിലേക്ക് എത്തുമ്പോൾ, നിങ്ങൾ കുറച്ചും കൂടി ലൈഫിനെ കുറച്ചും കൂടി സീരിയസ് ആയി കാണുമ്പോൾ, നിങ്ങളുടെ വിലപ്പെട്ട ഒരു സമയം അവിടെ വേസ്റ്റ് ആയി പോകുന്നുണ്ട്. അതിനുശേഷം എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ആഫ്റ്റർ +2 നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട്, ഇത് എൻ്റെ ലൈഫിൽ, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് പഠിച്ചിട്ടായിരിക്കും എൻ്റെ ഫ്യൂച്ചർ ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന ഒരു കൃത്യമായ ബോധ്യത്തിൽ, അറിവോടുകൂടിയായിരിക്കണം നിങ്ങൾ എന്തെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അബദ്ധത്തിൽ എവിടെയും ചെന്ന് ചാടാൻ പാടില്ല. അപ്പോൾ ഏത് കോഴ്സാണ്, നിങ്ങൾ കേരളത്തിന് അകത്തായിക്കോട്ടെ കേരളത്തിന് പുറത്തായിക്കോട്ടെ, നിങ്ങൾ എന്ത് കോഴ്സാണ്, ഏതൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഏത് ഒരു വിഭാഗത്തെ പറ്റി അറിയാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത്, നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ ഡേ ബൈ ഡേ, അല്ലെങ്കിൽ നിരന്തരമായി വന്നുകൊണ്ടിരിക്കും. സോ നിങ്ങളെല്ലാ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മളൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, കരിയർ ഹണ്ട് എന്ന് പറഞ്ഞാൽ താഴെ ഞാൻ പിന്നെ നോക്കുന്നുണ്ട്. നിങ്ങൾ ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ കൺഫ്യൂഷൻസ്, നിങ്ങളുടെ കൺസേൺസ് ഒക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം, നമുക്ക് ഒരു ദാറ്റ് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഈ ഒരു മേഖലയിൽ വലിയ പ്രാവീണ്യമുണ്ട് എന്നല്ല, എന്നാലും എൻ്റെ മാക്സിമം റിസോഴ്സ് വെച്ച്, എനിക്ക് അറിയുന്ന കണക്ഷൻ വെച്ച് മാക്സിമം നിങ്ങളുടെ കൺഫ്യൂഷൻസും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ നമുക്ക് നോക്കാം. ഓൾ ദി ബെസ്റ്റ്.